അഞ്ചാമത് പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്ന സൗഹൃദ ഇഫ്താർ മീറ്റിനാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. വളരെ അധികം ഗംഭീരമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത നമ്മുടെ ഇഫ്താർ മീറ്റിൻ്റെ കാര്യങ്ങളും അവിടുത്തേതായ ഓരോ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ കാരണവന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റു പ്രമുഖർ അതേപ്പറ്റി സൂചിപ്പിച്ചു. വേസ്റ്റ് പരിപാടി 4-5 വർഷമായിട്ട് നല്ല നിലയിൽ നടന്നു പോണ ഒരു പരിപാടിയാണ്. എന്നെ ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം കേരളത്തിന് പുറത്തുള്ള പല സംഭവങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള കേരളത്തിന് ആവശ്യപ്പെട്ട ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് സൗഹൃദ പൂന്തോട്ടപ്പടി ഈ പരിപാടി തുടർന്ന് പോട്ടെ, കൂടുതൽ പല രൂപത്തിൽ നടത്താൻ കഴിയട്ടെ. അല്ല ഇനിയിപ്പോ പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മയുടെ ഇഫ്താർ മീറ്റിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 5ാമത്തെ ഇഫ്താർ മീറ്റാണ്. സൗഹൃദ കൂട്ടായ്മ ജാതി മത ഭേദമന്യേ കൂട്ടായ്മയുടെ കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ. പാവപ്പെട്ട രോഗികൾക്ക് മരുന്നിന് ആവശ്യമായ ക്യാഷുകൾ നമ്മൾ സ്വരൂപിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ടുകൾ സ്വരൂപിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ സൗഹൃദ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ചെയർമാനാണ് കമൽ ഹനീഫ. പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരവും ഞങ്ങൾ ഇതുവരെ പാഴാക്കിയിട്ടില്ല. അത് ഓണായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, വളരെ സന്തോഷത്തോടെ നാട്ടുകളെല്ലാവരും ഒത്തുകൂടുക എന്നുള്ളതാണ് സൗഹൃദ കൂട്ടായ്മന്റെ ആകെ ഒരു ലക്ഷ്യം തന്നെ. അത് എല്ലാ വർഷങ്ങളിലും പലതരത്തിലായിട്ട് ചാരിറ്റി ആയിട്ടും സൗഹൃദ ആക്ടിവിറ്റികളായിട്ടും കലാപരിപാടിയായിട്ടും പല രീതിയിൽ നമ്മൾ ഒത്തുകൂടുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ കാണുന്ന ഈ ആക്ടിവിറ്റി ഒക്കെ തന്നെയാണ് സൗഹൃദ. അങ്ങനെ ഒട്ടനവധി നാട്ടുകാരും കാരണവന്മാരും രാഷ്ട്രീയ പ്രമുഖരും പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഒത്തൊരുമിച്ച് സമൂഹ ഇഫ്താർ സംഗമത്തിൽ പങ്കുകൊണ്ടു എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യം. ഓരോ വർഷങ്ങൾ കൂടുന്തോറും ഇങ്ങനെയുള്ള പരിപാടികൾ, സമൂഹ ഇഫ്താർ സംഗമവും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യുള്ള സകല ആഘോഷങ്ങളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഞങ്ങളെ പൂന്തോട്ടം പഠിക്കലേ സൗഹാർദ്ദത്തിന്റെ ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. പലവിധ കാരുണ്യ രംഗത്തും പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ മുൻപന്തിയിൽ തന്നെയാണ്. വർഷങ്ങളിൽ നടന്നു വരുന്ന ഓണാഘോഷ പരിപാടിയും വിഷു ആഘോഷ പരിപാടിയും പൂന്തോട്ടപ്പടിയിൽ ഇതേ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. ഒട്ടനവധി ആളുകൾ തന്നെയാണ് അങ്ങനെയുള്ള പരിപാടികൾക്കും ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമിനും ഇഫ്താറിനും പങ്കെടുക്കാറുള്ളത് എന്നുള്ളതും സന്തോഷകരം തന്നെ. ഞങ്ങളെ പുനർഗത ഓരോ പരിപാടി ഇത് കണ്ടില്ല. ഇതാണ് ഇതിന് വിജയം. നമ്മളെല്ലാ ചെക്കന്മാരും പ്രായഭേദമല്ല നമ്മളെ കുറെ ആളുകളുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ബിരിയാണി വളർന്ന ദിവസമാണ്. അപ്പൊ എല്ലാരും കൂടി അവിടെ ഉഷാറാക്കുക. അതന്നെ സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും ജാതി മതഭേദമന്യേ സകല ആളുകളും ഇഫ്താർ മീറ്റിൽ സംഗമിച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓരോ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നും കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. നമ്മുടെ സൗഹൃദ കൂട്ടായ്മ പൂന്തോട്ടപ്പടിയുടെ 5ാമത് സമൂഹ നോമ്പ് തുറയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള പരിപാടികളിലാണ്
നമ്മൾ തുടർച്ചയായിട്ട് 5ാമത്തെ വർഷമാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിൽ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയമില്ലാതെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടി ചേർന്നുള്ള ഒരു പരിപാടിയാണ്. ഇതിന് പുറമെ നമ്മൾ പല സഹായ ഇതും പരിപാടികളും നടത്തിയിട്ടുണ്ടായിരുന്നു. വീട് നിർമ്മാണം, പിന്നെ അസുഖമായി കിടക്കുന്ന രോഗികൾക്കുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ പൂന്തോട്ടപ്പടിയിലെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതിന് മുന്നോടിയുള്ള ആദ്യ പരിപാടി നമ്മളെ നോമ്പ് തുറ. പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് 1000 പേരാണ്. അപ്പൊ അതിലും കൂടുതൽ ആളുകൾ വരുന്നതാണ് തോന്നുന്നത്. കുഞ്ഞുമക്കൾ നോമ്പ് തുറക്കാനിരിക്കുന്ന സീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനവധി ആളുകൾ സദസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചയും നമ്മൾക്ക് കാണാൻ സാധിക്കും. നോമ്പ് തുറക്കാൻ അല്പസമയം മാത്രം ബാക്കിയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് തന്നെ ഓരോ വ്യക്തികളും അവരുടേതായ സീറ്റുകളിൽ അവരെ ഇരുത്തി അനവധി സ്ഥലങ്ങളിലാണ് ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുള്ളത്. വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇരിക്കാനും മറ്റ് സൗകര്യങ്ങളും അവിടെ സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അനവധി നാട്ടുകാരും കാരണവന്മാരും അവരുടേതായ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ പ്രമുഖർ, വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പെരുമണ്ണക്കളാരി പഞ്ചായത്ത് മെമ്പർ, കൽപ്പകഞ്ചേരി പോലീസ് ഓഫീസർ എന്നിങ്ങനെ ഒട്ടനവധി പ്രമുഖരും നാട്ടുകാരും കാരണവന്മാരും എല്ലാവരും ഈ സദസ്സിൽ അണിനിരന്നു. പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സൗഹൃദ ഇഫ്താർ സംഗമം നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് അഫ്ലു KMK മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം